പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കെം ടോക്കിൻ്റെ ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ സ്പെഷ്യൽ ക്ലാസ്സിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ, അതായത് രാസബന്ധനവും തന്മാത്രയുടെ ഘടനയും എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിന് മുന്നേ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മറ്റ് 5 വീഡിയോയുടെ ലിങ്കുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ പ്രീവിയസ് ക്ലാസ്സസ് എന്ന ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന, രജിസ്റ്റർ ചെയ്ത കെമിസ്ട്രി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളായ വിദ്യാർത്ഥികൾക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കണമെന്നും കൂടെ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചറിലെ ആദ്യ പോയിന്റിലേക്ക് നമുക്ക് വരാം. ഒക്ടറ്റ് റൂൾ, അഷ്ടക നിയമം. അതായത് മൂലകങ്ങൾ കൂടിച്ചേർന്ന് സംയുക്തങ്ങളാവാറുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേർന്ന് H2O എന്ന് പറയുന്ന വാട്ടർ മോളിക്യൂളായി മാറാറുണ്ട്. സ്വാഭാവികമായ ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേർന്നത്? എന്തിനാണ് ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ കൂടിച്ചേരാൻ വേണ്ടി രാസബന്ധനമുണ്ടാക്കിയത്? അതിൻ്റെ ഉത്തരം ഒക്ടറ്റ് റൂൾ പറയുന്നു. വാട്ട് ഈസ് ഒക്ടറ്റ് റൂൾ? ഏതൊരു മൂലകവും കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കുന്നത് ആ മൂലകത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നൂടെ പറയാം, ഏതൊരു മൂലകവും രാസപ്രവർത്തനത്തിലേക്ക് പ്രവേശിക്കുന്നത് ആ മൂലകത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ every element enter into chemical combination so as to attain 8 electron in its valence shell. ഓക്കെ, പഠിച്ചിരിക്കുക. പരീക്ഷയ്ക്ക് വന്നിരുന്ന ഒരു ക്വസ്റ്റ്യനാണത്. ഒക്ടറ്റ് റൂൾ സ്റ്റേറ്റ് ചെയ്യുക. പക്ഷേ ഒക്ടറ്റ് റൂളിൽ ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിലും ഇതിന് എക്സെപ്ഷൻസ് ഉണ്ട്. വാട്ട് ആർ എക്സെപ്ഷൻസ് ഓഫ് ഒക്ടറ്റ് റൂൾ? അല്ലെങ്കിൽ ഒക്ടറ്റ് റൂളിൻ്റെ ദോഷങ്ങൾ, അതായത് ആ റൂള് പാലിക്കാത്ത കേസുകൾ ഏതൊക്കെയുണ്ട്? നമുക്കൊന്ന് വരാം. ഹൈഡ്രജൻ ഉണ്ടാക്കുന്ന മോളിക്യൂളും ഒക്ടറ്റ് റൂൾ പാലിക്കുന്നില്ല. നമ്പർ 1, ഹൈഡ്രജൻ ആൻഡ് കോമ്പൗണ്ട്സ് ഓഫ് ഹൈഡ്രജൻ ഡസ് നോട്ട് ഒബേ ഒക്ടറ്റ് റൂൾ ബിക്കോസ് ഹൈഡ്രജൻ മോളിക്യൂളിൽ നമുക്കറിയാം H+H ആണ്, ഗീവ്സ് H2 ആണ്. അങ്ങനെ ആകുമ്പോൾ ഹൈഡ്രജനും കൂടിച്ചേരുമ്പോൾ ഹൈഡ്രജൻ്റെ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആകുന്നില്ല, 2 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ അതിൻ്റെ വാലൻസ് ഷെല്ലിൽ. എന്നിട്ട് പോലും അത് സ്റ്റേബിളാണ് എന്ന് പറഞ്ഞാൽ ഒക്ടറ്റ് റൂളിനെതിരാണ്. ഓക്കെ, ഹൈഡ്രജൻ ഉണ്ടാക്കുന്ന കോമ്പൗണ്ടിലും ഹൈഡ്രജൻ്റെ വാലൻസ് ഷെല്ലിൽ 2 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ അതും ഒക്ടറ്റ് റൂളിനെതിരാണ്. നമ്പർ 2, BF3, BeCl2 തുടങ്ങിയ മോളിക്യൂളിൽ നമുക്കറിയാം ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഇല്ല. എന്നിട്ട് പോലും ആ മോളിക്യൂൾ സ്റ്റേബിളാണ്. BF2, BF3, BeF2 തുടങ്ങിയ മോളിക്യൂളുകൾ 8 ഇലക്ട്രോൺ അതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ ഇല്ലാഞ്ഞിട്ട് പോലും സ്റ്റേബിളാണ്. അപ്പോൾ 2 എണ്ണമായി. മൂന്നാമത്തെ എക്സെപ്ഷൻ PCl5, SF6 തുടങ്ങിയ മോളിക്യൂളും സ്റ്റേബിളാണ്. കാര്യമെന്ത്? PCl5ൻ്റെ വാലൻസ് ഷെല്ല്, അതായത് PCl5ലെ ഫോസ്ഫറസിൻ്റെ വാലൻസ് ഷെല്ലിൽ 10 ഇലക്ട്രോൺ ഉണ്ട്. SF6ലെ സൾഫറിൻ്റെ വാലൻസ് ഷെല്ലിൽ 12 ഇലക്ട്രോൺ ഉണ്ട്. എന്നിട്ടും അത് സ്റ്റേബിളാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒക്ടറ്റ് റൂളിനെതിരാണത്. കാരണം 8 ഇലക്ട്രോൺ ആകുമ്പോഴാണ് സ്റ്റേബിൾ ആവുക എന്ന് പറഞ്ഞപ്പോൾ 8നേക്കാൾ കൂടുതലുള്ള SF6ഉം PCl5ഉം സ്റ്റേബിളാണ്. ഓക്കെ, അതേപോലെ
ചില മോളിക്യൂൾ ഓഡ് ഇലക്ട്രോണായ ഒറ്റ അക്കത്തിലുള്ള ഇലക്ട്രോണുകളുള്ള വാലൻസ് ഷെല്ലുള്ള മോളിക്യൂളുണ്ട്. എക്സാമ്പിളാണ് NO, വേറൊരു എക്സാമ്പിളാണ് N2O. ഈ രണ്ട് മോളിക്യൂളും ഓഡ് ഇലക്ട്രോൺ മോളിക്യൂളായിട്ട് പോലും സ്റ്റേബിളാണ് എന്ന് പറഞ്ഞാൽ ഇതും ഒക്ടറ്റ് റൂളിനെതിരാണ്. അപ്പോൾ വളരെ ഷോർട്ടായിട്ട് നമുക്ക് പറഞ്ഞാൽ ഒക്ടറ്റ് റൂളിനെതിരായ 4 കേസുകൾ: ഒന്ന് ഹൈഡ്രജൻ, മറ്റൊന്ന് ഹൈഡ്രജൻ്റെ മോളിക്യൂള്, രണ്ടാമത് 8 ഇലക്ട്രോൺ എത്താത്ത മോളിക്യൂളുകളായ BF3, BeF2 തുടങ്ങിയ മോളിക്യൂൾ സ്റ്റേബിളാണ്. മറ്റൊന്ന് 8 ഇലക്ട്രോണിന് മുകളിലുള്ള SF6ഉം PCl5ഉം സ്റ്റേബിളാണ്. ഓഡ് ഇലക്ട്രോൺ മോളിക്യൂളും സ്റ്റേബിളാണ്. NO, N2O, ഇതാണ് അതിന് എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഒക്ടറ്റ് റൂൾ എന്താണ്, ഒക്ടറ്റ് റൂളിൻ്റെ എക്സെപ്ഷൻസ് എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, മൂന്നാമത്തെ പോയിൻ്റ് അയോണിക് ബോണ്ടാണ്. അതായത് അയോണിക ബന്ധനം, ഇലക്ട്രോ വാലൻ്റ് ബോണ്ട് എന്നും ഇതിനെ അറിയപ്പെടാറുണ്ട്. ഇലക്ട്രോണുകളുടെ കൈമാറ്റത്തിലൂടെ 2 ആറ്റങ്ങൾ തമ്മിലുള്ള ബോണ്ടിനെയാണ് അയോണിക് ബോണ്ട് എന്നറിയപ്പെടുന്നത്. എക്സാമ്പിൾ NaCl, സോഡിയം ക്ലോറൈഡ്. അപ്പോൾ എ ബോണ്ട് ഫോംഡ് ബൈ ദി ട്രാൻസ്ഫറൻസ് ഓഫ് ഇലക്ട്രോൺ ഫ്രം വൺ ആറ്റം ടു അനദർ. എക്സാമ്പിളാണ് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നത്. സോഡിയത്തിലെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ ക്ലോറിനിലേക്ക് കൊടുത്ത് NaCl ഉണ്ടാവും. ആ സമയത്ത് സോഡിയം ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിയത് കൊണ്ട് അത് Na+ ആവും. ക്ലോറിൻ ആ ഇലക്ട്രോണിനെ സ്വീകരിച്ചതുകൊണ്ട് അത് Cl- ആവും. അപ്പോൾ Na+ഉം Cl- തമ്മിൽ ഒരു അയോണിക് ബോണ്ട് ഫോമേഷൻ ഉണ്ടാവും. കാരണം പോസിറ്റീവും നെഗറ്റീവും ചാർജ് വന്നു കഴിഞ്ഞാൽ അവർ തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ടാവുമല്ലോ. ദാറ്റ് അട്രാക്ഷൻ ഈസ് കാൾഡ് അയോണിക് ബോണ്ട്. ഓക്കെ, നാലാമത്തെ പോയിൻ്റാണ് കോവാലൻ്റ് ബോണ്ട്. എന്താണ് കോവാലൻ്റ് ബോണ്ട്? നമുക്കറിയാം, ഇലക്ട്രോണുകളെ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന ബോണ്ടിനാണ് കോവാലൻ്റ് ബോണ്ട് എന്ന് പറയാം. എക്സാമ്പിളാണ് 2 ക്ലോറിൻ ആറ്റങ്ങൾ തമ്മിൽ ബോണ്ടുണ്ടാക്കാൻ ഓരോ ക്ലോറിനും ഓരോ ഇലക്ട്രോണിനെ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. അപ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോണായി? ഒരു ജോഡി ഇലക്ട്രോൺ ഒരു ക്ലോറിൻ 2 ക്ലോറിൻ ആറ്റത്തിനിടക്കുണ്ടാവും. ഓക്കെ, അവിടെ ഒരു കോവാലൻ്റ് ബോണ്ടുണ്ടായി. Cl-ഉം തമ്മിലൊരു കോവാലൻ്റ് ബോണ്ടുണ്ടായി. ഈ കോവാലൻ്റ് ബോണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ബൈ എ ലൈൻ. അപ്പോൾ Cl ലൈൻ Cl. റെഡി? അതേപോലെ ഓക്സിജനും ഓക്സിജൻ ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേർന്ന് ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടാകുമ്പോൾ 2 ജോഡി ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുന്നുണ്ട്. സ്ക്രീനിലേക്ക് നോക്കുക, അതിൻ്റെ ചിത്രം. വേറെ എക്സാമ്പിളാണ് നൈട്രജൻ മോളിക്യൂളിൻ്റെ ഫോമേഷൻ. അതായത് 2 നൈട്രജൻ ആറ്റത്തിനിടക്ക് 3 ഇലക്ട്രോൺ ജോഡികൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലമായി 3 കോവലൻ്റ് ബോണ്ടുകൾ 2 നൈട്രജൻ ആറ്റത്തിനിടക്കുണ്ട്. ഇവിടെ പ്രധാന ക്വസ്റ്റ്യൻ ഉണ്ട്. നൈട്രജൻ മോളിക്യൂൾ ഈസ് വെരി വെരി ഇനേർട്ട്, വളരെ അലസനാണ്. എന്തുകൊണ്ട്? കാരണം എന്താണ്? നൈട്രജൻ്റെ ആറ്റത്തിനിടക്ക് 3 കോവലൻ്റ് ബോണ്ടുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ വളരെ മടിയാണ്, ലെസ് റിയാക്റ്റീവാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ്, അയോണിക് ബോണ്ടിൻ്റെ രൂപീകരണത്തിന് അനുകൂലമായ കണ്ടീഷനുകൾ എന്തൊക്കെയാണ്? പറയല്ലേ. അപ്പോൾ അയോണിക് ബോണ്ട് ആര് തമ്മിലാണ് ഉണ്ടാക്കുക എന്ന് ആദ്യം അറിയണം. അതായത് ഒരു ലോഹവും മറ്റൊരു അലോഹത്തിൻ്റെ ആറ്റവും തമ്മിലാണ് അയോണിക് ബോണ്ട് ഉണ്ടാക്കുക. അപ്പോൾ അയോണിക് ബോണ്ട് ഉണ്ടാക്കിയ ഏത് സംയുക്തം നിങ്ങൾ എടുത്തു നോക്കിയാലും അതിലൊരു ലോഹവും വേറൊരു അലോഹവുമാണ് ഉണ്ടാവുക. ഉദാഹരണം സോഡിയം ക്ലോറൈഡ് തന്നെ എടുക്കുക. സോഡിയം ലോഹമാണ്, ക്ലോറിൻ അലോഹമാണ്. പൊട്ടാസ്യം ഫ്ലൂറൈഡാണ് എടുക്കുന്നതെന്ന് കരുതുക. പൊട്ടാസ്യം ലോഹമാണ്, ഫ്ലൂറിൻ അലോഹമാണ്. ഇനി വേറെ എക്സാമ്പിൾ വേണോ? കാൽസ്യം ഓക്സൈഡ് എടുക്കുക. കാൽസ്യം ലോഹമാണ്, ഓക്സിജൻ അലോഹമാണ്. ഇങ്ങനെ
അയോണിക് ബോണ്ടുള്ള ഏതൊരു സംയുക്തം നിങ്ങൾ എടുത്താലും അതിലൊരാൾ ലോഹവും മറ്റൊരാൾ അലോഹവുമായിരിക്കും. അപ്പോൾ എന്താണ് നിബന്ധന? അയോണിക് ബോണ്ട് ഉണ്ടാക്കാനുള്ള നിബന്ധന, ഒന്നാമത്തെ നിബന്ധന ലോ അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് ദി മെറ്റൽ ആറ്റം. അതായത് അയോണിക് ബോണ്ടിൽ ഉള്ള ലോഹ ആറ്റത്തിന് അയോണൈസേഷൻ എൻതാൽപ്പി വളരെയധികം കുറയണം. നമ്പർ 2, ഹൈ നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഫോർ നോൺ മെറ്റൽ ആറ്റം. നോൺ മെറ്റൽ ആറ്റത്തിന് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വളരെയധികം കൂടണം. മൂന്നാമത്തെ കണ്ടീഷൻ ഹൈ വാല്യൂ ഓഫ് ലാറ്റിസ് എൻതാൽപ്പി ഫോർ ദി കോമ്പൗണ്ട് ഫോംഡ്. ഉണ്ടാകുന്ന സംയുക്തത്തിന് ഹൈ ലാറ്റിസ് എൻതാൽപ്പി ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ അയോണിക് സംയുക്തം ഉണ്ടാകുന്നതിന് അനുകൂലമായ നിബന്ധന ഒന്നാമത് മെറ്റലിന് അയോണൈസേഷൻ എൻതാൽപ്പി വളരെയധികം കുറയണം. നമ്പർ 2, അലോഹത്തിന് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വളരെയധികം കൂടണം. പിന്നെ രണ്ടാളും കൂടെ കൂടിച്ചേർന്നുണ്ടാകുന്ന സംയുക്തത്തിന് ലാറ്റീസ് എൻതാൽപ്പി വളരെയധികം കൂടണം. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട 7ാമത്തെ പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ആവശ്യമാണെങ്കിൽ വളരെ സിമ്പിളായി നോട്ട്സുകൾ എഴുതിയെടുക്കണം, ഷോർട്ടായിട്ട്. ആ നോട്ടുകൾ ഇങ്ങനെ വായിക്കുന്നതാണ് എളുപ്പമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഈ വീഡിയോ വീണ്ടും വീണ്ടും കേൾക്കുന്നതാണ് സൗകര്യമെങ്കിൽ അങ്ങനെ കേട്ടിട്ട് മനസ്സിൽ അതിങ്ങനെ കൊണ്ടുവരിക. ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് ഫുൾ മാർക്ക് ലഭിക്കാൻ പറ്റുന്ന രൂപത്തിൽ എല്ലാ പോയിൻറ്റ്സും വളരെ ഷോർട്ടായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി വരാം. ഫാജൻസ് റൂൾ പരീക്ഷയ്ക്ക് വന്നിരുന്ന, കഴിഞ്ഞ വർഷമല്ല അതിൻ്റെ മുന്നത്തെ വർഷം പരീക്ഷയ്ക്ക് വന്നതാണ്. പിന്നെ ഇടയ്ക്കൊക്കെ 2-3 വർഷങ്ങൾക്കിടയിൽ കടന്നു വരുന്നൊരു ചോദ്യമാണ് ഫാജൻസ് റൂൾ. ആദ്യം നമ്മൾ അറിയേണ്ടത് വാട്ട് ഈസ് ഫാജൻസ് റൂൾ. അതായത് അയോണിക് ബന്ധനമുള്ള സംയുക്തത്തിന് കോവാലൻ ക്യാരക്ടറും ഉണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫാജൻസ് റൂളിലാണ്. അതായത് അയോണിക് ബന്ധനം പൂർണ്ണമായും അയോണിക് ബന്ധനം ആവണമെന്നില്ല, അതിന് കോവാലൻ ബോണ്ടിൻ്റെ സ്വഭാവം കൂടെ ഉണ്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത സയൻറ്റിസ്റ്റാണ് ഫാജൻസ് റൂൾ. അപ്പോൾ എന്താണ് ഫാജൻസ് റൂളിൽ? 2 പോയിൻ്റാണ് പറയുന്നത്. ഒന്ന്, കാറ്റയോണിൻ്റെ സൈസ്. കാറ്റയോൺ എന്ന് പറഞ്ഞാൽ ലോഹ ആറ്റം പോസിറ്റീവാണല്ലോ. ലോഹ ആറ്റത്തിൻ്റെ സൈസ് കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അയോണിക് ബോണ്ടിൻ്റെ കോവാലൻ്റ് ക്യാരക്ടർ കൂടും. ബുദ്ധിമുട്ടില്ലല്ലോ. കാറ്റയോണിൻ്റെ സൈസ്, കാറ്റയോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അയോണിൻ്റെ സൈസ് കുറയുന്നതിനനുസരിച്ച് അയോണിക് ബോണ്ടിൻ്റെ കോവാലൻ്റ് സ്വഭാവം കൂടുന്നു. റെഡി. നമ്പർ 2, ആനയോണിൻ്റെ സൈസ്. ആനയോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജുള്ള ആളുടെ സൈസ് കൂടുന്നതിനനുസരിച്ച് അയോണിക് ബോണ്ടിൻ്റെ കോവാലൻ്റ് ക്യാരക്ടർ കൂടുന്നു. ഒന്നുകൂടെ, പോസിറ്റീവ് ചാർജുള്ള അയോണിൻ്റെ സൈസ് കുറയുന്നതിനനുസരിച്ചും ആനയോണിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ചും അയോണിക് ബോണ്ടിൻ്റെ കോവാലൻ്റ് ക്യാരക്ടർ കൂടുന്നു. ഒരു പോയിൻ്റായി. നമ്പർ 2, കാറ്റയോണിൻ്റെ ചാർജും, കാറ്റയോണിൻ്റെ ചാർജ് പറഞ്ഞാൽ ഇപ്പോൾ NAക്ക് ഒരു പ്ലസ് ആണുള്ളത്, Na+, മെഗ്നീഷ്യത്തിന് 2+, അലൂമിനിയത്തിന് Al3+. ഇങ്ങനെ പോസിറ്റീവ് ചാർജ് കൂടുന്നതിനനുസരിച്ച് കോവാലൻ ക്യാരക്ടർ കൂടുന്നു. അപ്പോൾ എത്രയായി? കാറ്റയോണിൻ്റെ സൈസ് കുറയുന്നതിനനുസരിച്ചും ആനയോണിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ചും കോവാലൻ്റ് ക്യാരക്ടർ കൂടുന്നു. രണ്ടാമത്തെ പോയിൻ്റ്, കാറ്റയോണിൻ്റെ ചാർജ് കൂടുന്നതിനനുസരിച്ച് കോവാലൻ്റ് ക്യാരക്ടർ കൂടുന്നു. ഇതാണ് ഫാജൻസ് റൂൾ. ഓക്കെ, അടുത്ത പോയിൻ്റാണ് ലൂയിസ് സിമ്പൽ. ഒരു വർഷം പരീക്ഷയ്ക്ക് വന്നിരുന്നതാണ്. എന്താ ലൂയിസ് സിമ്പൽ? ഒരു മൂലകത്തിൻ്റെയോ ഒരു സംയുക്തത്തിൻ്റെയോ അതിലടങ്ങിയിരിക്കുന്ന ആറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെ ഡോട്ടായോ
ക്രോസ് ആയോ റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് ലൂയിസ് സിമ്പൽ എന്ന് പറയുക. ഒന്നുകൂടെ, ഒരാറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെ ഡോട്ടായോ ക്രോസായോ റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് ലൂയിസ് സിമ്പൽ എന്ന് പറയുക. സ്ക്രീനിലേക്ക് നോക്കുക. എക്സാമ്പിൾ അതാ, ഹൈഡ്രജൻ്റെ വാലൻസ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ, അതുകൊണ്ട് എച്ച് ഡോട്ട്. ഹീലിയത്തിന് 2 ഇലക്ട്രോൺ, 2 ഡോട്ട്. ഹീലിയം എന്ന് സിമ്പൽ ചെയ്തിട്ട് 2 ഡോട്ട് ഇടുക. ലിഥിയത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ 1 ഇലക്ട്രോൺ, കാരണം ഫസ്റ്റ് ഗ്രൂപ്പിലാണ്, അപ്പോൾ Li എന്നിട്ടിട്ട് ഡോട്ട് ഇടുക. റെഡി. ക്ലോറിൻ്റെ വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണുള്ളത്, അപ്പോൾ 7 ഡോട്ട് അല്ലെങ്കിൽ 7 ക്രോസ്. ഇതാണ് ലൂയിസ് സിമ്പൽ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്, റെസൊണൻസ്. നമുക്കറിയാം ചില മോളിക്യൂളുകളെ അതിൻ്റെ സ്ട്രക്ചർ, ചില മോളിക്യൂളുകളുടെ സ്ട്രക്ചർ ഒറ്റ സ്ട്രക്ചറായി നമുക്ക് കാണിക്കാൻ കഴിയില്ല. പക്ഷേ ആ മോളിക്യൂളിൻ്റെ സ്വഭാവങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ, അതിൻ്റെ പ്രോപ്പർട്ടീസ് പറയാൻ ഒരുപാട് സ്ട്രക്ചറുകൾ ഉപയോഗിക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ ആ സ്ട്രക്ചറുകളൊന്നും ആ മോളിക്യൂളിൻ്റെ സ്ട്രക്ചറല്ല. എന്തിനാ പിന്നെ ഈ സ്ട്രക്ചറൊക്കെ വരച്ചത്? ആ മോളിക്യൂളിൻ്റെ സ്വഭാവങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി. ഇങ്ങനെ ഒരു മോളിക്യൂളിൻ്റെ സ്വഭാവങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ഒരുപാട് സ്ട്രക്ചറുകൾ ഉപയോഗിച്ചുകൊണ്ട് മോളിക്യൂളിനെ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ സ്ട്രക്ചറുകളെ റെസൊണൻസ് സ്ട്രക്ചറെന്നും ആ പ്രതിഭാസത്തെ റെസൊണൻസ് എന്നും പറയും. ഉദാഹരണം, ബെൻസീന് 2 സ്ട്രക്ചറുണ്ട്. കണ്ടോ? സ്ക്രീനിലേക്ക് നോക്കൂ. ആ 2 സ്ട്രക്ചറും ബെൻസീൻ്റെ സ്ട്രക്ചറാണോ? യഥാർത്ഥത്തിൽ ആ 2 സ്ട്രക്ചറിനും ഇടയിലുള്ള ഒരു സ്ട്രക്ചറാണ് ബെൻസീനുള്ളത്. എന്നാൽ ഈ 2 സ്ട്രക്ചറും എന്തിനാണ് വരച്ചത്? ആ ബെൻസീൻ്റെ സ്വഭാവങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഓക്കെ, ഇങ്ങനെ ഒരു മോളിക്യൂളിൻ്റെ സ്വഭാവങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ഒരുപാട് സ്ട്രക്ചറുകൾ ഉപയോഗിച്ചുകൊണ്ട് മോളിക്യൂളിനെ കാണിക്കുകയാണെങ്കിൽ അതിനെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് എന്നും ഈ പ്രതിഭാസത്തെ റെസൊണൻസ് എന്നും പറയും. വേറെയും എക്സാമ്പിളുകൾ സ്ക്രീനിലേക്ക് നോക്കുക. ഓക്കെ, അടുത്ത പോയിൻ്റ് പോളാറും നോൺ പോളാർ കോവാലൻ്റ് ബോണ്ടുകളെ കുറിച്ചാണ്. കോവാലൻ്റ് ബോണ്ട് ഉണ്ടാക്കുന്നത് ഒരേ തരം ആറ്റങ്ങൾ തമ്മിലാണെങ്കിൽ അത്തരം മോളിക്യൂളുകളെ നോൺ പോളാർ കോമ്പൗണ്ട് എന്ന് പറയും. ഉദാഹരണത്തിന് H2 എന്നുള്ളതിലുള്ള ആറ്റങ്ങൾ H-ഉം H-ഉം ആണ്, ഒരേ തരം ആറ്റങ്ങളാണ്. വേറൊരു എക്സാമ്പിളാണ് F2, വേറെ Cl2, O2, N2. ഇതിലൊക്കെ ആ മോളിക്യൂളിലുള്ള ആറ്റം ഒരേ തരം ആറ്റങ്ങളാണ്, അതുകൊണ്ടത് നോൺ പോളാറാണ്. അവർ തമ്മിൽ ചാർജിൽ വ്യത്യാസമുണ്ടാവില്ല. എന്നാൽ പോളാർ കോമ്പൗണ്ട്സിന് എക്സാമ്പിൾ ഏതാ? HF. H-ഉം F-ഉം വ്യത്യസ്തമായ മൂലകങ്ങളാണ്. അവർ തമ്മിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് മൈനസ് ചാർജും വേറൊരു ഭാഗത്ത് പോസിറ്റീവ് ചാർജും വരും. HCl, അതിൽ Cl-ൻ്റെ ഭാഗത്ത് മൈനസ്, H-ൻ്റെ ഭാഗത്ത് പ്ലസ്. വേറെ എക്സാമ്പിളാണ് CO, ഓക്സിജൻ്റെ ഭാഗത്ത് മൈനസ്, കാർബണിൻ്റെ ഭാഗത്ത് പ്ലസ്. ഇങ്ങനെ ചാർജ് വ്യത്യാസം വരുന്ന രൂപത്തിൽ വ്യത്യസ്ത മൂലകങ്ങൾ തമ്മിൽ കോവാലൻ്റ് ബോണ്ടുകൾ ഫോം ചെയ്യുകയാണെങ്കിൽ ആ മോളിക്യൂളിനെ പോളാർ മോളിക്യൂൾ എന്നും പറയുന്നു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡൈപോൾ മൊമെൻ്റാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോളാർ മോളിക്യൂൾ എക്സാമ്പിളാണ് HCl. ആ H-ഉം Cl-ഉം തമ്മിൽ എന്തുണ്ട്? ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. ഓപ്പോസിറ്റ് ചാർജുള്ള H-ഉം Cl-ഉം തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അതേപോലെ തന്നെ H-ന് എത്രയാണോ പോസിറ്റീവ് ചാർജ് ഉള്ളത് അതേ അളവിൽ തന്നെയായിരിക്കും Cl-ൻ്റെ നെഗറ്റീവ് ചാർജ്. അങ്ങനെയാണെങ്കിൽ ഡൈപോൾ മൊമെൻ്റ് കാണാൻ നമ്മൾ ഇത്രയും ചെയ്താൽ മതി. ഡൈപോൾ മൊമെൻ്റ് ഈക്വൽ ടു ചാർജ് ഓഫ് എനി വൺ ഓഫ് ദി പോൾ, അതായത് പ്ലസിൻ്റെയോ അല്ലെങ്കിൽ മൈനസിൻ്റെയോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക, അതിനെ ആ 2 ചാർജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് കൊണ്ട് ഗുണിക്കുക. റെഡി? അപ്പോൾ പോളാർ മോളിക്യൂളിലുള്ള
രണ്ട് ഓപ്പോസിറ്റ് ചാർജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെ ഏതെങ്കിലും ഒരാളുടെ ചാർജ് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് ഡൈപോൾ മൊമെൻറ്റ്. ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡൈപോൾ മൊമെൻറ്റ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഡി. ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് എനി വൺ ഓഫ് ദി പോൾ ഇൻറ്റു ഡി, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ചാർജസ്. ഓക്കെ, ഡൈപോൾ മൊമെൻ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. നന്നായി ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഡൈപോൾ മൊമെൻ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. BF2, BeCl2, CO2 എന്നിവ ലീനിയർ മോളിക്യൂൾ ആയതുകൊണ്ട് അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് 0 ആണ്. നന്നായി ഓർത്തിരിക്കണം. അത് ലീനിയറാണ്. അതിൻ്റെ ഡൈപോൾസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോവും. അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് 0 ആണ്. ആരുടേത്? CO2, BeF2, BeCl2 എക്സെട്ര. എന്നാൽ H2Oയുടെ ഡൈപോൾ മൊമെൻറ്റ് 0 അല്ല. എന്തുകൊണ്ട് 0 അല്ല? അത് ലീനിയർ അല്ല, അത് ബെൻഡ് ഷേപ്പാണ്. ഓക്കെ, BF3, BeCl3 എന്നിവയുടെ ഡൈപോൾ മൊമെൻറ്റ് 0 ആണ്. എന്തുകൊണ്ട്? അത് പ്ലാനാർ ട്രയഗണൽ മോളിക്യൂളാണ്. ട്രയഗണൽ പ്ലാനാറായിട്ട് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഡൈപോൾസ്, രണ്ട് ഡൈപോൾസിന് ഓപ്പോസിറ്റായിട്ട് വേറെ ഡൈപോളുണ്ട്. അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെ ക്യാൻസൽ ചെയ്ത് പോകുന്നതുകൊണ്ട് നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഓഫ് BF3 ആൻഡ് BeCl3 0 ആണ്. ഓക്കെ, ഓർത്തിരിക്കണം. അതിന് 0 ആയതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് അതിന് ചിത്രം വരയ്ക്കാൻ ചോദിക്കും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റാണ് ഇനി പറയാൻ പോണത്. NH3, NF3. NH3 നമുക്ക് പരിചയമുള്ള ആളാണ്, അമോണിയയാണ്. അമോണിയയുടെയും അതുപോലെ നൈട്രജൻ ട്രൈഫ്ലൂറൈഡിൻ്റെയും ഡൈപോൾ മൊമെൻറ്റിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് NH3യും NF3യും അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് പിരമിഡൽ സ്ട്രക്ചറാണ്. ഈ പിരമിഡൽ സ്ട്രക്ചറായ ഈ രണ്ട് മോളിക്യൂളിൻ്റെയും ഡൈപോൾ മൊമെൻറ്റ് ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും അതിന് ഡൈപോൾ മൊമെൻറ്റ് ഏറ്റവും കൂടുതൽ NF3ക്കാണ് വരിക എന്ന് ചിലപ്പോൾ മനസ്സിൽ തോന്നിയേക്കും. കാരണം ഫ്ലൂറിൻ ഹൈ ഇലക്ട്രോ നെഗറ്റീവായ എലമെൻ്റ് അല്ലേ, അങ്ങനെ ആകുമ്പോൾ ഡൈപോൾ മൊമെൻറ്റ് NF3ക്കല്ലേ കൂടുതലുണ്ടാവുക എന്നൊരു സംശയം വരാൻ സാധ്യതയുണ്ട്. എന്നാൽ NH3യും NF3യും എടുത്താൽ NH3ക്കാണ് ഡൈപോൾ മൊമെൻറ്റ് കൂടുതൽ. ആരേക്കാൾ? NF3യേക്കാൾ. നല്ല ഓർത്തിരിക്കണം. എന്തുകൊണ്ട്? കാരണം മറ്റൊന്നുമല്ല, NH3യിലെ ബോണ്ട് ഡൈപോളും നോൺ പോളാർ ഡൈപോളും, നന്നായി ശ്രദ്ധിക്കുക, NH3യിലെ ബോണ്ട് ഡൈപോൾ പറഞ്ഞാൽ Nഉം Hഉം തമ്മിലുള്ള ബോണ്ടിൻ്റെ ഡൈപോളും അതുപോലെ Nഉം ലോൺ പെയർ ഇലക്ട്രോണും തമ്മിലുള്ള ഡൈപോളും എല്ലാം ഒരേ ഡയറക്ഷനിലേക്കാണ്. അതായത് ഒന്നുകൂടെ പറയാണ്, NH3യിലെ ബോണ്ട് ഡൈപോളും ലോൺ പെയറിൻ്റെ ഡൈപോളും ഒരേ ഡയറക്ഷനിലേക്കായതുകൊണ്ട് അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് കൂടുതലാണ്. എന്നാൽ NF3യിൽ നോക്കൂ, ആ ചിത്രത്തിൽ നോക്കൂ, ബോണ്ട് ഡൈപോളിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റാണ് ലോൺ പെയർ ഇലക്ട്രോണിൻ്റെ ഡൈപോൾ. ലോൺ പെയർ ഇലക്ട്രോണിൻ്റെ ഡൈപോളും ബോണ്ട് ഡൈപോളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ഡൈപോൾ ചിലത് ക്യാൻസൽ ചെയ്ത് പോകും. അതുകൊണ്ട് അതിൻ്റെ വാല്യൂ കുറയുന്നു. NH3യും NF3യും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണിത്. ഡൈപോൾ ആർക്കാണ് കൂടുതൽ? എന്തുകൊണ്ട്? NH3യുടെ ഡൈപോൾ മൊമെൻ്റാണ് കൂടുതൽ. കാരണം ബോണ്ട് ഡൈപോളിൻ്റെ ഡയറക്ഷനും ലോൺ പെയർ ഇലക്ട്രോണിൻ്റെ ഡയറക്ഷനും ഒരേ ഭാഗത്തേക്കാണ്. NF3യിൽ അത് രണ്ടും ഓപ്പോസിറ്റാണ്. അതുകൊണ്ട് NH3യുടെ ഡൈപോൾ മൊമെൻറ്റ് ഹൈ ആണ്. ഓക്കെ, ചിത്രത്തിലേക്ക് നോക്കി കൃത്യമായി മനസ്സിലാക്കുക. ചിലപ്പോൾ ചിത്രം വരക്കാനും ചോദിക്കും, ശ്രദ്ധിക്കണം. ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് ഇനി നമ്മൾ വരുന്നത്. VSEPR തിയറി. അതിൻ്റെ ഫുള്ളൊക്കെ നമുക്കറിയാം. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി. ഈ തിയറിയിലെ ഒരു 5 പോയിൻ്റ് മെയിനായിട്ടുണ്ട്. അതിൽ നിങ്ങൾ 2 പോയിൻ്റെങ്കിലും മിനിമം പഠിച്ചിരിക്കണം. ഒന്നാമത്തെ പോയിൻ്റ് പറയാം. ഒരു മോളിക്യൂളിൻ്റെ ഘടന എന്ന് പറയുന്നത്
അതിൻ്റെ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയറിനെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞു. ഒരു മോളിക്യൂളിൻ്റെ ഘടന ആ മോളിക്യൂളിലെ സെൻട്രൽ ആറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോൺ ജോഡിയെ ആശ്രയിച്ചിരിക്കുന്നു. ദി ഷേപ്പ് ഓഫ് എ മോളിക്യൂൾ ഡിപ്പെൻഡ് അപ്പോൺ നമ്പർ ഓഫ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സ് around the central atom of the molecule. Okay, number 2. The valence shell electron pair repel one another as their electron clouds are negatively charged. അതായത് ഈ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയറുകൾ തമ്മിൽ എന്തുണ്ടാവും? റിപ്പൾഷൻ ഉണ്ടാകും. കാരണം ഇലക്ട്രോണുകൾ നെഗറ്റീവ് ചാർജുള്ള ആളാണ്. നെഗറ്റീവ് ചാർജുള്ള ആളുകൾ തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാവും. അപ്പോൾ ഇലക്ട്രോൺ പെയറുകൾ തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാകും. 2 പോയിൻ്റായി. മൂന്നാമത്തെ പോയിൻ്റ്, ഇലക്ട്രോൺ പെയേഴ്സ് ടെൻഡ് ടു സ്റ്റേ അപ്പാർട്ട് ആസ് ഫാർ ആസ് പോസിബിൾ ടു സഫർ മിനിമം റിപ്പൾഷൻ. അപ്പോൾ റിപ്പൾഷൻ ഉണ്ടാകുമെങ്കിൽ അടുത്ത പോയിൻ്റ് പറയാണ്, റിപ്പൾഷൻ ഉണ്ടാകുമ്പോൾ ആ റിപ്പൾഷൻ മിനിമം ആകുന്ന തരത്തിൽ റിപ്പൾഷൻ പരമാവധി കുറക്കാൻ പറ്റുന്ന നിലക്ക് ഇലക്ട്രോൺ പെയർ അകന്നകന്ന് നിൽക്കുന്നു. ഇലക്ട്രോൺ പെയറുകൾ തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാകും. ആ റിപ്പൾഷൻ പരമാവധി കുറക്കാൻ വേണ്ടി പരസ്പരം അകന്ന് നിൽക്കുന്നു. 3 പോയിൻ്റായി. നാലാമത്തെ പോയിൻ്റ്, ഈ റിപ്പൾഷൻ്റെ പവർ എങ്ങനെയാണ്, അതിൻ്റെ ഓർഡർ എങ്ങനെയാണ്? അതിലേറ്റവും കൂടുതൽ റിപ്പൾഷൻ ലോൺ പെയറും തമ്മിലുള്ള റിപ്പൾഷനാണ്. ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൾഷനേക്കാൾ കൂടുതൽ. ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൾഷനാണ് ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൾഷനേക്കാൾ കൂടുതൽ. ആ ഓർഡർ പിടിച്ച് വെക്കുക. ഇപ്പം 4 പോയിൻ്റായി. അഞ്ചാമത്തത്, ലോൺ പെയറും ബോണ്ട് പെയറും രണ്ടും കൂടെ ഉണ്ടായാൽ സ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. എല്ലാം ബോണ്ട് പെയർ ആണെങ്കിൽ അതിനൊരു റെഗുലർ സ്ട്രക്ചർ ആയിരിക്കും. നമ്മൾ വിചാരിക്കുന്ന സ്ട്രക്ചർ എന്താണോ അതാണ് വരിക. പക്ഷേ ബോണ്ട് പെയറിൻ്റെ കൂടെ ലോൺ പെയറും കൂടെ വന്നാൽ ആ സ്ട്രക്ചറിന്, ഘടനയ്ക്ക് ചെറിയ ഡിസ്റ്റോർഷൻ, ചെറിയൊരു മാറ്റം ഉണ്ടാവും. ചെറിയൊരു ചെരിവോ വളവോ തിരിവോ ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ റെഗുലറായ സ്ട്രക്ചറിന് മാറ്റമുണ്ടാകും ആരുണ്ടായാൽ? ലോൺ പെയർ ഉണ്ടായാൽ. ഇതാണ് 5ാമത്തെ പോയിൻറ്റ്. അപ്പോൾ ഈ 5 പോയിൻ്റിൽ നിങ്ങൾ മിനിമം 2 പഠിച്ചു വെക്കണം. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നല്ല ഒരു സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, VSEPR തിയറി പ്രകാരം മോളിക്യൂളിൻ്റെ ഘടന എങ്ങനെയായിരിക്കും? ഞാനൊരു എക്സാമ്പിൾ പറയാം. BCl3യുടെ സ്ട്രക്ചർ ട്രൈഗണൽ പ്ലാനർ ആയിരിക്കും. BeCl2വിൻ്റെ സ്ട്രക്ചർ ലീനിയർ ആയിരിക്കും 180 ഡിഗ്രിയിൽ. സ്ട്രക്ചർ നിങ്ങൾ സ്ക്രീനിൽ നോക്കുക, അത് കണ്ട് പഠിച്ച് വരച്ച് പരിശീലിക്കുക, പരീക്ഷയ്ക്ക് വരുമെന്ന് ഉറപ്പിക്കുക. BF3യുടെ സ്ട്രക്ചർ ട്രൈഗണൽ പ്ലാനർ ആണ്. സ്ക്രീനിലേക്ക് നോക്കുക, 120 ഡിഗ്രിയിൽ 3 ബോണ്ട് നിൽക്കും. ഓക്കെ, CH4ൻ്റെ സ്ട്രക്ചർ ടെട്രാഹെഡ്രലാണ്. 109 ഡിഗ്രി 28 മിനിറ്റ് അകലത്തിലാണ് ബോണ്ടുകൾ 4 നിൽക്കുക. ടെട്രാഹെഡ്രൽ ചിത്രത്തിൽ സ്ക്രീനിൽ നോക്കുക. PCl5ൻ്റെ സ്ട്രക്ചർ ട്രയഗണൽ പ്ലാനർ ആണ്. സെൻറ്ററിലൊരു ട്രയാങ്കിൾ, അവിടെ 3 ബോണ്ട്, പിന്നെ 1 മുകളിലോട്ട് 1 താഴോട്ട്, മൊത്തം 5 ബോണ്ട്. PCl5 2 ഡിഗ്രിയിൽ വരും. 90 ഡിഗ്രി സെൻട്രൽ പാർട്ടിലും ട്രൈഗണൽ പാർട്ടിൽ 120 വരും. സിമ്പിൾ അല്ലേ? അടുത്ത SF6 ആണ്. ഒക്ടാഹെഡ്രൽ എന്നാണ് ആ സ്ട്രക്ചറിൻ്റെ പേര്. 90 ഡിഗ്രിയാണ് അതിൽ ആംഗിളുകൾ വരിക. സ്ക്രീനിലേക്ക് നോക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ബാക്കി VSEPR തിയറിയുടെ മറ്റു മോളിക്യൂൾസിൻ്റെ ഒന്നും സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും മിനിമം ഈ സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചു വെക്കണം. NH3യുടെ സ്ട്രക്ചർ പിരമിഡൽ സ്ട്രക്ചറാണ്. അതിൻ്റെ ബോണ്ട് ആംഗിൾ 107 ഡിഗ്രി. ഓക്കെ, പിരമിഡൽ സ്ട്രക്ചറാണ്. H2Oയുടെ സ്ട്രക്ചർ V ഷേപ്പാണ്. അത് ബെൻഡ് ഷേപ്പ് എന്നും പറയും, ആംഗുലാർ ഷേപ്പ് എന്നും പറയും. സ്ട്രക്ചർ നോക്കൂ, വരച്ച് പഠിക്കുക, മനസ്സിലാക്കുക. NH3യിൽ 1 ലോൺ പെയർ ആണുള്ളത്. H2Oയിൽ 2 ലോൺ പെയർ ഇലക്ട്രോൺ ആണുള്ളത്. അവിടെ കണ്ടോ, കണ്ണ് കാട്ടി നിൽക്കുന്നത് പോലെ 2 ലോൺ പെയർ ഇലക്ട്രോൺ. NH3യിൽ 1 ലോൺ പെയർ ഇലക്ട്രോൺ ആണുള്ളത്.
പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടിലും ഇലക്ട്രോൺ പെയറുകളുടെ എണ്ണം 4. NH3 3 ബോണ്ട് പെയർ 3, ലോൺ പെയർ 1, ടോട്ടൽ 4. H2O 2 ബോണ്ട് പെയർ 2 ലോൺ പെയർ, ടോട്ടൽ 4. ഓക്കെ, അത് പിരമിഡൽ സ്ട്രക്ചറാണ്. ടെട്രാഹെഡ്രൽ സ്ട്രക്ചറാണ് NH3 സ്ട്രക്ചറായിട്ട് വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ആംഗിൾ 109 വേണ്ടത്. 109 പകരം NH3 ബോണ്ട് ആംഗിൾ 107. എന്തുകൊണ്ട്? ഉത്തരം കിട്ടി, ഒരു ലോൺ പെയർ ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട്. അടുത്തത് H2O ബോണ്ട് ആംഗിൾ 109 ശരിക്കും വേണ്ടത്, കാരണം ടെട്രാഹെഡ്രൽ അറേഞ്ച്മെൻ്റാണ് വേണ്ടത്. പക്ഷേ ബോണ്ട് ആംഗിൾ 104. എന്തുകൊണ്ട് H2O ബോണ്ട് ആംഗിൾ 104 കാരണം അതിൽ 2 ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്. ലോൺ പെയർ ഇലക്ട്രോണിന് റിപ്പൾഷൻ കൂടുതലാണ്. അതുകൊണ്ട് ബോണ്ട് ആംഗിൾ 109 നിന്ന് 104 വന്നു. ഏതിൽ? H2O. അതിൻ്റെ ഫലമായി അതിൻ്റെ സ്ട്രക്ചർ വി ഷേപ്പായി എന്ന് കൃത്യമായി എഴുതി പഠിക്കാം. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോവാലൻ്റ് ബോണ്ട് 2 രൂപത്തിൽ ഫോം ചെയ്യാറുണ്ട്. ഒന്നെന്ന് പറയുന്നത് 2 ഓർബിറ്റലുകൾ തമ്മിൽ ആ ഓർബിറ്റലിൻ്റെ എൻഡിലൂടെ ബോണ്ട് ഉണ്ടാക്കുക. 2 എൻഡുകൾ കൂടിച്ചേരുക. ചിത്രത്തിലേക്ക് നോക്കുക. 2 ഓർബിറ്റൽ, പി ഓർബിറ്റലും വേറൊരു പി ഓർബിറ്റലും തമ്മിൽ ഒന്നിൻ്റെ തല മറ്റൊന്നിൻ്റെ തലയുമായിട്ട് ബോണ്ട് ഉണ്ടാക്കുക, ഓവർലാപ്പ് ചെയ്യുക. എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് എന്നും ഇൻ്റർ ന്യൂക്ലിയർ ആക്സിസിലൂടെയുള്ള ബോണ്ടെന്നും ഇതിനെ പറയാറുണ്ട്. ഇങ്ങനെ ബോണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ബോണ്ടിനെ പറയുന്ന പേരാണ് സിഗ്മ ബോണ്ട്. എന്നാൽ ഇതേപോലെ തന്നെ 2 പി ഓർബിറ്റലുകൾ തമ്മിൽ 2 തലയിൽ തമ്മിൽ ബോണ്ട് ഉണ്ടാക്കാതെ, തലകൾ തമ്മിൽ ബോണ്ട് ഉണ്ടാക്കാതെ ചെരിഞ്ഞ് നിന്നിട്ട് കുത്തനെ നിൽക്കുക. ചിത്രത്തിലേക്ക് നോക്കുക, കുത്തനെ നിൽക്കുക. എന്നിട്ട് ആ കുത്തനെ നിന്നിട്ട് അവർ തമ്മിൽ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് വരിക. നമ്മൾ 2 പേരിങ്ങനെ ചാരി നിൽക്കുന്നത് പോലെ ചാരി നിന്നിട്ട് നമ്മൾ തോളിൽ കൈ വെക്കുകയാണെങ്കിൽ അത് സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ആണ്. ഇങ്ങനെ ഓർബിറ്റലുകൾ തമ്മിൽ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് നടക്കുകയാണെങ്കിൽ അതിനെ പൈ ബോണ്ട് എന്നോ, ആ പൈയിൻ്റെ ആ ചിഹ്നം തന്നെ നോക്കൂ, ഇങ്ങനെ കുത്തനെ വെച്ച 2 വര അവർ തമ്മിൽ ബോണ്ട് ഉണ്ടാക്കുക. അപ്പോൾ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ആണ്. അതുകൊണ്ടാണ് അതിന് സിമ്പൽ പൈ എന്ന് കൊടുത്തത്. ഓക്കെ, ഇങ്ങനെ സൈഡ് വൈസിലൂടെ ബോണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ പൈ ബോണ്ടെന്നും, എൻഡ് ടു എൻഡ് ഇൻ്റർന്യൂക്ലിയർ ആക്സിസിലൂടെ ബോണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് സിഗ്മ ബോണ്ടെന്നും പറയും. അപ്പോൾ സിഗ്മ ബോണ്ടും പൈ ബോണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ഒന്നിപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് എൻഡ് ടു എൻഡാണ്, മറ്റത് സൈഡ് വൈസാണ്. മറ്റൊന്ന് സിഗ്മ ബോണ്ടിലൂടെ മാക്സിമം ഓവർലാപ്പിംഗ് നടക്കും, പൈ ബോണ്ടിലൂടെ മിനിമേ നടക്കുള്ളൂ. മിനിമം ഓവർലാപ്പിംഗ്, ചെറിയ തോതിലുള്ള ഓവർലാപ്പിങ്ങേ നടക്കുള്ളൂ. അപ്പോൾ മാക്സിമം ഓവർലാപ്പിംഗ് സിഗ്മ ബോണ്ടിൽ നടക്കുന്നതുകൊണ്ട് അത് സ്ട്രോങ് ബോണ്ടായിരിക്കും, പൈ ബോണ്ട് വീക്ക് ബോണ്ടായിരിക്കും. ആ വ്യത്യാസം നോക്കുക, ഒന്നും കൂടെ സ്ക്രീനിൽ നോക്കി ആ വ്യത്യാസം ബൈ ഹാർട്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് ഓർഗാനിക്കിലും കൂടെ വരുന്ന ഒരു കാര്യമാണ് സിഗ്മ ബോണ്ടും പൈ ബോണ്ടും എങ്ങനെ കണ്ടുപിടിക്കാം. അതായത് 2 ആറ്റത്തിനിടക്ക് ഒന്നിലധികം ബോണ്ടുകൾ ഉണ്ടെങ്കിൽ അതിലെ ആദ്യത്തെ ബോണ്ട് സിഗ്മയും ബാക്കിയുള്ള ബോണ്ടുകളെല്ലാം പൈ ബോണ്ടുമാണ്. ചിത്രത്തിലേക്ക് നോക്കുക. അസറ്റിലീൻ എന്ന് പറയുന്ന മോളിക്യൂളാണത്. ഇഥൈൻ എന്നും പറയാം, ഇഥൈൻ. ആ ഇഥൈനിൽ നോക്കൂ, ഹൈഡ്രജനും കാർബണും തമ്മിലുള്ള ആദ്യത്തെ ബോണ്ട് അത് സിഗ്മ ബോണ്ട്. കാർബണും കാർബണും തമ്മിൽ 3 ബോണ്ടുണ്ട്. അതിൽ ഒരു ബോണ്ട് സിഗ്മ ബോണ്ട്, ബാക്കി 2 ബോണ്ട് പൈ ബോണ്ട്. പിന്നെ കാർബണും ഹൈഡ്രജനും തമ്മിൽ ഒരു ബോണ്ടാണുള്ളത് ഈ തലക്കൽ, അത് സിഗ്മ ബോണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ബോണ്ടായി? 3 സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ടും. കണ്ടില്ലേ? അപ്പോൾ സിഗ്മ ബോണ്ടും പൈ ബോണ്ടും കണ്ടുപിടിക്കണം, പഠിച്ചോ? ഓക്കെ അല്ലേ? ഇത് ഓർഗാനിക്കൊന്നും കൂടെ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടാണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. അവിടെ പഠിക്കുമ്പോഴും നമ്മൾ ഈ സിഗ്മ ബോണ്ടും പൈ ബോണ്ടിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ പഠിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ മനസ്സിലാക്കി വെച്ചാൽ ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാവും. അടുത്തതാണ് എഥീൻ, എത്തിലീൻ എന്നൊക്കെ പറയും. CH2 ഡബിൾ ബോണ്ട് CH2. അതിൽ നോക്കൂ എത്ര സിഗ്മ ബോണ്ടും പൈ ബോണ്ടും ഉണ്ടാവും. സിയും എച്ചും തമ്മിലൊക്കെ സിംഗിൾ ബോണ്ടാണുള്ളത്. അങ്ങനത്തെ 4 ബോണ്ടുണ്ട്. പിന്നെ സിയും സിയും തമ്മിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ആദ്യത്തെ ബോണ്ട് സിഗ്മയും പിന്നുള്ളത് പൈ ബോണ്ടും ആയിരിക്കും. അപ്പോൾ സിഗ്മ ബോണ്ടും പൈ ബോണ്ടിൻ്റെ എണ്ണം എഴുതിക്കോളൂ. ദാ സിഗ്മ ബോണ്ട് ഈക്വൽ ടു 5, പൈ ബോണ്ട് ഈക്വൽ ടു 1. ഓക്കെ അല്ലേ? അടുത്തത് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്.
ഹൈബ്രിഡൈസേഷൻ. അതായത് വ്യത്യസ്ത ഊർജവും വ്യത്യസ്ത ഷേപ്പുമുള്ള അറ്റോമിക് ഓർബിറ്റലുകൾ കൂടിച്ചേർന്ന് ഒരേ ഊർജവും ഒരേ ഷേപ്പുമുള്ള അറ്റോമിക് ഓർബിറ്റൽ ഉണ്ടാകുന്ന പ്രതിഭാസത്തിനാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുക. ഓക്കെ, ഇറ്റ് ഈസ് ദി ഇൻ്റർമിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് സ്ലൈറ്റ്ലി ഡിഫറൻറ്റ് ഷേപ്പ് ആൻഡ് എനർജീസ് ടു ഫോം ന്യൂ ഓർബിറ്റൽസ് ഹാവിങ് സെയിം ഷേപ്പ് ആൻഡ് സെയിം എനർജി ഈസ് കാൾഡ് ഹൈബ്രിഡൈസേഷൻ. എക്സാമ്പിൾ നോക്കാം. SP ഹൈബ്രിഡൈസേഷൻ. ആ പേരിൽ തന്നെ ഉണ്ട്. ഒരു എസ്സും ഒരു പിയും തമ്മിൽ കൂടിച്ചേർന്ന് SP ഹൈബ്രിഡ് ഓർബിറ്റലുകൾ ഉണ്ടായി. എത്ര എണ്ണം ഉണ്ടാവും? രണ്ടാളെ കൂടിച്ചേർന്ന്, അപ്പോൾ 2 എണ്ണം ഉണ്ടാവും. ആ 2 ഓർബിറ്റലുകൾ ലീനിയറായിട്ട് നിൽക്കും. ഒന്ന് നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേറൊരു ഓർബിറ്റിൽ നിൽക്കും. അപ്പം ലീനിയർ സ്ട്രക്ചർ ആയിരിക്കും അതിനുണ്ടാവുക. അപ്പം 180 ഡിഗ്രി ആയിരിക്കും അവർ തമ്മിലുണ്ടാവുക. എക്സാമ്പിളാണ് BeF2 BeCl2 ഒക്കെ. റെഡി? സ്ക്രീനിലേക്ക് നോക്കുക, ആ ടേബിൾ നോക്കുക. അടുത്ത ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറയാൻ പറ്റും. sp2 ഹൈബ്രിഡൈസേഷൻ. ഒരു S ഓർബിറ്റലും 2 P ഓർബിറ്റലും കൂടിച്ചേർന്ന് എത്ര ഉണ്ടാവും? 3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാവും. അതെങ്ങനെ നിൽക്കും? ട്രയഗണൽ പ്ലാനറായിട്ട് നിൽക്കും. അതായത് 120 ഡിഗ്രി. ഓക്കെ, എക്സാമ്പിളാണ് BF3 BCl3 AlCl3 എക്സെട്ര. റെഡി? അടുത്ത sp3. എത്ര ഓർബിറ്റലാണ് കൂടിച്ചേരുക? ഒരു എസ്സും 3 പിയും. അപ്പോൾ ടോട്ടൽ എത്ര ആൾ? 4 ആൾ കൂടിച്ചേർന്നിട്ട് 4 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാവും. എന്തായിരിക്കും സ്ട്രക്ചർ? ടെട്രാഹെഡ്രൽ. കണ്ടോ? ടെട്രാഹെഡ്രൽ. എക്സാമ്പിൾ നോക്കൂ. CH4 CCl4 SiF4 NH4+. എന്നാൽ ഈ 4 ഓർബിറ്റിൽ തന്നെ മിക്സ് ചെയ്തിട്ട് പിരമിഡലായിട്ട് നിൽക്കാറുണ്ട്. നേരത്തെ നമ്മൾ എക്സാമ്പിൾ കണ്ടില്ലേ? NH3 NF3 NCl3 PH3 PCl4. സംശയം ഉണ്ടെങ്കിൽ NH3യുടെ ആ സ്ട്രക്ചർ NF3ൻ്റെ സ്ട്രക്ചറൊക്കെ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു, ഒന്നുകൂടി ഒന്ന് നോക്കിയാൽ മതി. ആ ചിത്രം നോക്കുക. അതിൽ 4 ബോണ്ട് 4 എണ്ണം ഓർബിറ്റലുകൾ ഏതൊക്കെയാണ് വന്നത് നോക്കുക. അതിൽ 3 എണ്ണം ബോണ്ട് പെയറും 1 ലോൺ പെയറുമാണ്. ഓക്കെ, അതാണ് ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ. നമ്മളവിടെ പറഞ്ഞപ്പോഴും അത് പിരമിഡൽ സ്ട്രക്ചറാണ് എന്ന് പിന്നെ നമ്മൾ ചുരുക്കി പറഞ്ഞില്ലേ? ഒന്ന് നോക്കുക, അതിലേക്കൊന്ന് ബാക്കോട്ട് പോയാൽ മതി, മനസ്സിലാവും. ഓക്കെ, അപ്പോൾ sp3 ഹൈബ്രിഡൈസേഷൻ വരുന്ന മോളിക്യൂളുകൾക്ക് ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ വരാറുണ്ട്, പിരമിഡൽ സ്ട്രക്ചർ വരാറുണ്ട്, V ഷേപ്പ് വരാറുണ്ട്. ആ 3നും എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബോണ്ട് ആംഗിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നന്നായി ഓർത്തിരിക്കുക, പ്രധാനപ്പെട്ടതാണ്. അടുത്ത sp3d ഹൈബ്രിഡൈസേഷൻ. എക്സാമ്പിളാണ് PCl5. എന്താ സ്ട്രക്ചറിന്? ട്രൈഗണൽ ബൈപിരമിഡ്. ബോണ്ട് ആംഗിൾ നേരത്തെ പറഞ്ഞ തന്നെ VSEPR തിയറിയിൽ പറഞ്ഞ തന്നെ 90യും 120യും. അടുത്ത sp3d2. എക്സാമ്പിളാണ് SF6 ഒക്ടാഹെഡ്രൽ. 90 ഡിഗ്രിയാണ് വരിക. അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് വരച്ച് പഠിക്കണം. നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ആ സ്ട്രക്ചർ ഒന്ന് വരച്ച് പഠിക്കുക. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒറ്റ പോയിന്റിൽ ഇങ്ങനെ നമുക്ക് പറയാം. അതായത് ആൽക്കീൻ നമുക്കറിയാം, ഡബിൾ ബോണ്ടുള്ള കാർബൺ ഉള്ളതിനാണ് ആൽക്കീൻ എന്ന് പറയാം. ഈ ആൽക്കീനിലെ ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് നമുക്ക് പറയാം sp2 ആണ്. റെഡി? അടുത്തത് ആൽക്കെയിൻ ANE. സിംഗിൾ ബോണ്ടുള്ള കാർബണുള്ള ഹൈഡ്രോ കാർബണാണ് നമ്മൾ ആൽക്കെയിൻ എന്ന് പറയാം. ആൽക്കെയിനിലെ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? വളരെ സിമ്പിളായിട്ട് പറയാം, sp3 ആണ്. ഓക്കെ, അടുത്തത് ആൽക്കൈൻ YNE വരുന്നത്. YNE അതായത് ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിലെ ഹൈബ്രിഡൈസേഷൻ ഏതാണ്? sp ഹൈബ്രിഡൈസേഷനാണ്. ഓക്കെ, അപ്പോൾ ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെത് sp2, സിംഗിൾ ബോണ്ടഡ് കാർബണിൻ്റെ sp3, ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിൻ്റെത് sp. ഓർത്തിരിക്കുക. അപ്പോൾ sp വന്നാൽ ലീനിയർ ആവും, sp2 വന്നാൽ ട്രയഗണൽ പ്ലാനർ ആവും, sp3 വന്നാൽ ടെട്രാഹെഡ്രൽ ആവും. അപ്പോൾ സ്ട്രക്ചറും പറയാനായി. ആൽക്കെയിനിലെ കാർബണിൻ്റെ സ്ട്രക്ചർ ടെട്രാഹെഡ്രൽ, ആൽക്കീനിലെ കാർബണിൻ്റെ സ്ട്രക്ചർ
ട്രൈഗണൽ പ്ലാനാർ. ആൽക്കൈനിലെ കാർബണിൻ്റെ സ്ട്രക്ചർ ലീനിയർ. ഓക്കെ, ഒരു പോയിൻറ്റും കൂടെ പറഞ്ഞ് നമുക്ക് അറ്റോമിക് സ്ട്രക്ചർ, ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിലെ ആദ്യ പാർട്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അതായത് ഹൈഡ്രജൻ ബോണ്ടാണ് ഇനി പറയാൻ പോകുന്നത്. വാട്ട് ഈസ് ഹൈഡ്രജൻ ബോണ്ട്? പലരും ഈ പേര് കേൾക്കുമ്പോൾ വിചാരിക്കും ഹൈഡ്രജൻ ഉണ്ടാക്കുന്ന ബോണ്ടാണ് എന്ന്. യഥാർത്ഥത്തിൽ ഹൈഡ്രജൻ ഉണ്ടാക്കുന്ന ബോണ്ട് തന്നെയാണ്. പക്ഷേ ഹൈഡ്രജൻ ഉണ്ടാക്കുന്ന സെക്കൻഡ് ബോണ്ടിനാണ് ഹൈഡ്രജൻ ബോണ്ടെന്ന് പറയാം, ആദ്യത്തെ ബോണ്ടിനല്ല. ഹൈഡ്രജൻ ഉണ്ടാക്കുന്ന ആദ്യത്തെ ബോണ്ട് കോവാലൻ ബോണ്ടാണ്. ഹൈഡ്രജൻ ഉണ്ടാക്കുന്ന സെക്കൻഡ് ബോണ്ടിനാണ് എന്ത് പറയുക? ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയാം. ഹൈഡ്രജൻ ഉണ്ടാക്കുന്ന സെക്കൻഡ് ബോണ്ട് ആരുമായിട്ടാണ് ഹൈഡ്രജൻ സെക്കൻഡ് ബോണ്ട് ഉണ്ടാക്കുക? അതായത് ഫ്ലോറിൻ, ഓക്സിജൻ, നൈട്രജൻ തുടങ്ങിയ ആൾ തൊട്ടടുത്തുണ്ടെങ്കിൽ ഹൈഡ്രജൻ സെക്കൻഡ് ബോണ്ട് ഉണ്ടാക്കും. വാട്ട് ഈസ് ഹൈഡ്രജൻ ബോണ്ട്? സെക്കൻഡ് ബോണ്ട് ഓഫ് ഹൈഡ്രജൻ വിത്ത് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ് സച്ച് ആസ് ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ. റെഡി? ഇതിനാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയാം. ഒന്നുകൂടെ പറഞ്ഞു നോക്കൂ. ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് എലമെൻ്റായ ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ എന്നിവയുമായി ഹൈഡ്രജൻ ഉണ്ടാക്കുന്ന രണ്ടാമത്തെ ബോണ്ടിനാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയാം. ഹൈഡ്രജൻ ബോണ്ട് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഇൻ്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്, അതായത് ഒരു മോളിക്യൂള് മറ്റൊരു മോളിക്യൂളിലെ ഹൈഡ്രജൻ മറ്റൊരു മോളിക്യൂളിലെ ഫ്ലൂറിനോ നൈട്രജനോ ഓക്സിജനോ ആയി ഇൻ്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കും. മോളിക്യൂളുകൾ തമ്മിൽ, ഒരു മോളിക്യൂള് വേറൊരു മോളിക്യൂളും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനാണ് ഇൻ്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയാം. ഓക്കെ, ചിത്രത്തിലേക്ക് നോക്കുക. ഓക്കെ അല്ലേ? എന്നാൽ ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഹൈഡ്രജൻ മറ്റൊരു ഫ്ലൂറിനോ ഓക്സിജനോ നൈട്രജനോ ആയി ഒരു മോളിക്യൂളിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ബോണ്ട് ഉണ്ടാക്കുന്നതിനാണ് ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയാം. എക്സാമ്പിളാണ് നൈട്രോഫിനോൾ. കണ്ടോ? അതുപോലെ അതിൽ തന്നെ നൈട്രോഫിനോളിൽ തന്നെ രണ്ട് ഐറ്റം ഉണ്ട്. ഒന്ന് ഓർത്തോ നൈട്രോഫിനോളും മറ്റൊന്ന് പാരാ നൈട്രോഫിനോളും. ഓർത്തോ നൈട്രോഫിനോളിൽ ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടും പാരാ നൈട്രോഫിനോളിൽ ഇൻ്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടുമാണുള്ളത്. ഓർത്തിരിക്കണം, പ്രധാന കേസാണിത്, ഓർത്തിരിക്കാം. ഒന്നുകൂടെ പറയാം. ഓർത്തോ നൈട്രോഫിനോളിൽ ഏത് ഹൈഡ്രജൻ ബോണ്ടാണ്? ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്, അതായത് ഒരു മോളിക്യൂളിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്നത്. മറ്റൊന്ന് പാരാ നൈട്രോഫിനോളിൽ ഇൻ്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്. അതുകൊണ്ടൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഓർത്തോ നൈട്രോഫിനോളിന് ബോയിലിംഗ് പോയിൻ്റ് വളരെ കുറവാണ്. അത് നമ്മൾ ചൂടാക്കിയാൽ സ്റ്റീം വോളറ്റൈലാണ്. ഒന്ന് ചൂടാക്കുമ്പോഴേക്ക് അത് വോളറ്റലൈസ് ചെയ്യും, ഗ്യാസായിട്ട് മാറും. അതായത് അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് വളരെ കുറവാണ്. എന്നാൽ ഇൻ്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് വന്നാൽ അതിൻ്റെ എന്ത് കൂടും? ബോയിലിംഗ് പോയിൻ്റ് കൂടും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് വന്നാൽ ബോയിലിംഗ് പോയിൻ്റ് കൂടും. ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് വന്നാൽ ബോയിലിംഗ് പോയിൻ്റ് കുറയും. അതുകൊണ്ട് ഓർത്തോ നൈട്രോഫിനോളിൽ നിന്ന് പാരാ നൈട്രോഫിനോളിനെ വേർതിരിക്കാൻ സ്റ്റീം ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇറ്റ് ഈസ് വെരി വെരി ഈസി ടു സെപ്പറേറ്റ് ഓർത്തോ നൈട്രോഫിനോൾ ഫ്രം പാരാ നൈട്രോഫിനോൾ ബിക്കോസ് ദേ ഹാവ് ഡിഫറൻറ്റ് ഇൻ ബോയിലിംഗ് പോയിൻറ്റ്സ്. രണ്ടാളും തമ്മിൽ ബോയിലിംഗ് പോയിൻറ്റിൽ വലിയ വ്യത്യാസമുള്ളതുകൊണ്ട് അവരെ സെപ്പറേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എന്തുകൊണ്ട്? ഓർത്തോ നൈട്രോഫിനോളിൽ ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടാണ്, പാരാ നൈട്രോഫിനോളിൽ ഇൻ്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടാണ്. ശ്രദ്ധിക്കണം, പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഹൈഡ്രജൻ ബോണ്ടിൻ്റെ കോൺസിക്വൻസസ്, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്നറിയണം. ഒന്ന്, നമ്മൾ കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ലിക്വിഡ് ഫോമിലാണല്ലോ. അപ്പോൾ വെള്ളം ലിക്വിഡായി നിൽക്കാൻ കാരണം എന്താണ്? അത് ഹൈഡ്രജൻ ബോണ്ട് ഉള്ളതുകൊണ്ടാണ്. എന്നാൽ അതിൻ്റെ അതേ സ്വഭാവം ഉണ്ടാകേണ്ട H2S എന്ന് പറയുന്നൊരു മോളിക്യൂളുണ്ട്.
പക്ഷേ ആ H2S ഗ്യാസാണ്. എന്തുകൊണ്ടാണ്? H2Sൽ ഹൈഡ്രജൻ ബോണ്ടില്ല. H2O ലിക്വിഡാണ്. എന്തുകൊണ്ട്? H2Oയിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. വേറെ എക്സാമ്പിൾ നോക്കൂ. HF ലിക്വിഡാണ്. HCl ഗ്യാസാണ്. എന്തുകൊണ്ട്? HFൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, HClൽ ഹൈഡ്രജൻ ബോണ്ടില്ല. ഓക്കെ. ഇനി NH3 പെട്ടെന്ന് തന്നെ ലിക്വിഡായിട്ട് മാറുന്നു. ഒരു പ്രഷർ ജസ്റ്റ് പ്രഷർ ചെയ്താൽ തന്നെ NH3 അമോണിയ ലിക്വിഡായി മാറുന്നു. എന്തുകൊണ്ടാണ്? അതിൽ ഹൈഡ്രജൻ ബോണ്ടുണ്ട്, ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടുണ്ട്. എന്നാൽ PH3 ഗ്യാസാണ്. എന്തുകൊണ്ട്? അതിൽ ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഇല്ല. ഓക്കെ. അതുകൊണ്ട് പദാർത്ഥങ്ങളുടെ ഭൗതികാവസ്ഥകളെ നിർണ്ണയിക്കാൻ ഹൈഡ്രജൻ ബോണ്ട് കൊണ്ട് സാധിക്കും. പ്രധാനമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, വെള്ളത്തിൽ ലയിക്കൂലേ എന്നുള്ളത് പറയാൻ, സോലിബിലിറ്റി പറയാൻ ഹൈഡ്രജൻ ബോണ്ട് പറ്റും. ഇപ്പോൾ ആൽക്കഹോൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നു. എന്തുകൊണ്ട്? ആൽക്കഹോൾ വെള്ളവുമായി ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കുന്നു എന്നാണ് ഇതിൻ്റെ കാരണം. ഇനി ചില പദാർത്ഥങ്ങളുടെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻ്റൊക്കെ കൂടുന്നു. എന്തുകൊണ്ട്? ഹൈഡ്രജൻ ബോണ്ട് ഉള്ളതുകൊണ്ട്. വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് 100 ആണ്. എന്തുകൊണ്ട്? അതിൽ ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. വേറെ പ്രധാനപ്പെട്ട കാര്യം, ചില മോളിക്യൂൾ 2 ഒരുമിച്ച് നിൽക്കും. ഉദാഹരണം അസറ്റിക് ആസിഡ്, വിനാഗിരി, നമ്മൾ അച്ചാറിടാൻ വേണ്ടി വാങ്ങുന്ന സുർക്ക. ഇതിൽ അതിൻ്റെ മോളിക്യൂൾ ഡൈമറായിട്ടാണ് നിൽക്കുക, 2 കൂടി ചേർന്ന് നിൽക്കുക. എന്താ കാരണം? ഹൈഡ്രജൻ ബോണ്ട് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ ഹൈഡ്രജൻ ബോണ്ടിൻ്റെ കോൺസിക്വൻസസ് ആണ്. ഓർത്തിരിക്കുക, ക്വസ്റ്റ്യനായിട്ട് വരും. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളുകളിൽ നിന്ന് വരും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഓക്കെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത 16 പോയിൻറ്റ്സ് ഉണ്ട്. ഈ 16 പോയിൻറ്റ്സ് നന്നായി മനസ്സിലാക്കുക. വീണ്ടും വീഡിയോ തുടർന്ന് തന്നെ കേൾക്കുക. കേട്ടതിന് ശേഷം അതിൽ ചെറിയ നോട്ട്സുകൾ എഴുതിയെടുക്കുക, റിപ്പീറ്റ് ചെയ്യുക. ഇത്രയും പറഞ്ഞ ഭാഗത്ത് നിന്ന് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ സ്ഥിരമായി വരുന്നതാണ്. അപ്പോൾ അതിന് തയ്യാറാവുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ കെമിസ്ട്രി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന, ഈ വർഷം 10ാം ക്ലാസ് കഴിഞ്ഞ് +1 അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്കും കൂടെ ഇത് ഉപകാരപ്പെടും. കാരണം അത് +1ൻ്റെ ടോപ്പിക്കാണ് എന്നതുകൊണ്ട്. അപ്പോൾ നിങ്ങളുടെ അനിയന്മാരോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളോ ഒക്കെ +1 പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. തുടർന്നും ഉപകാരപ്പെടുന്ന വീഡിയോസുകൾ തുറന്നുണ്ടാവും. നാളെ ഈ ചാപ്റ്ററിൻ്റെ 2nd പാർട്ടുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. കീപ്പ് ഇൻ ടച്ച്.